എന്തായാലും വരും മണിക്കൂറിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ കർണാടകയിലെ ശിരൂരിലേക്ക് നമ്മൾ പോകുന്നു. മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 9ാം നാളും തുടരുകയാണ്. തെരച്ചിലിനായി അത്യാധുനിക ബൂം എക്സ്കവേറ്ററുകൾ ശിരൂരിൽ എത്തിച്ചു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ ശിരൂരിൽ നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, 9ാം നാൾ പിന്നിടുകയാണ്. അതായത് നേരത്തെയും നമുക്കറിയാം ലോഹഭാഗം കണ്ടെത്തിയ സിഗ്നൽ സ്ഥലത്ത് മണ്ണ് മാറ്റിയുള്ള പരിശോധനയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഒരു തെളിവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ അത്യാധുനിക സജ്ജീകരണങ്ങൾ, ഉപകരണങ്ങൾ ഈ സ്ഥലത്ത് എത്തിക്കുമ്പോൾ എത്രമാത്രം പ്രതീക്ഷയാണ് സൈന്യവും കുടുംബവും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്? സൈന്യവും അതുപോലെ തന്നെ ഈ അർജുന്റെ കുടുംബവും മാത്രമല്ല, ലോകം തന്നെ ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണിത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് 9ാം ദിവസം തുടരുകയാണ്. ഈ തടി ലോറിയും അതുപോലെ തന്നെ മറ്റു കാണാതായവരെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. റോഡിന്റെ മണ്ണിനടിയിൽ ലോറി ഇല്ലെന്ന് സൈന്യം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പുഴ കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടത്തുന്നത്. പുഴയിൽ 2 ഇടങ്ങളിലാണ് ഇപ്പോൾ വ്യക്തമായ സൂചന ലഭിച്ചിട്ടുള്ളത്. അതായത് റഡാർ സിഗ്നലിലും സോണാർ സിഗ്നലിലും ഒരു സ്ഥലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് കട്ടിയുള്ള ലോഹഭാഗങ്ങൾ ഉണ്ട് എന്നാണ് സ്ഥിരീകരണം. ഇത് ഒരു പക്ഷേ അർജുന്റെ ലോറിയോ അല്ലെങ്കിൽ ഈ മലയിടിച്ചിൽ ഉണ്ടായ സമയത്ത് തകർന്നു വീണ ഇലക്ട്രിക്കൽ ടവറോ ആകാമെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലോങ് ബൂം എക്സ്കവേറ്റർ എത്തിച്ചിട്ടുള്ളത്. അതായത് മനസ്സിലാക്കി ഹിറ്റാജി മാതൃകയിലുള്ള കൈക്ക് നീളം കൂടിയ ഹിറ്റാജി എന്ന് വേണം ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 20 മീറ്റർ നീളത്തിൽ, അതായത് ഈ കരയിൽ ഇരുന്നു കൊണ്ട് തന്നെ പുഴയിലെ 20 മീറ്റർ നീളത്തിൽ ആഴത്തിൽ ഇതിന് എക്സ്കവേറ്റ് ചെയ്യാൻ സാധിക്കും. ട്രെഞ്ചിങ്ങും അതുപോലെ തന്നെ എക്സ്കവേഷനുമാണ് ഇതിൽ ഏറ്റവും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സാധ്യമാകുക. ഈ ലോറി കണ്ടെത്തിയ ലോഹഭാഗത്തിന്റെ സൂചനകൾ കണ്ടെത്തിയ ഇടത്ത് പ്രാഥമികമായ പരിശോധനകൾ നടത്തും. ഈ ലോങ് എക്സ്കവേറ്റർ ഇവിടെ എത്തിയപ്പോൾ പ്രാർത്ഥനയോടെയാണ് ഈ എല്ലാവരും ഇതിനെ വരവേറ്റത്. പൂജകൾക്ക് ശേഷമാണ് ഈ ലോങ് എക്സ്കവേറ്റർ ഈ ദുരന്ത മുഖത്തേക്ക് കടത്തിവിട്ടത്. അവസാന പ്രതീക്ഷയാണ്. ഈ മനുഷ്യൻ തോൽക്കുന്നിടത്ത് ദൈവത്തിന് എന്തെങ്കിലും സാധ്യമാണോ എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പൂജകളൊക്കെ ഈ നമ്മോട് പറയുന്നത്. ഇവരുടെ രീതിയിലുള്ള പൂജകൾക്ക് ശേഷമാണ് ലോങ് ബൂം എക്സ്കവേറ്റർ കടത്തിവിട്ടിട്ടുള്ളത്. ഇതിന് ഈ ഓപ്പറേറ്റർ അടക്കമുള്ള ആളുകൾ ഈ പൂജാകർമ്മത്തിൽ പങ്കെടുത്തു. കാർവാർ MLA ആണ് ഈ പൂജാകർമ്മങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത്. ഇത് ഒരു വിശ്വാസത്തിന്റെ കൂടി ഒരു കാര്യമായി തീരുന്നു. ദൈവത്തിന്റെ ഒരു കരം ഇനി ഈ വിഷയത്തിൽ വേണം. മനുഷ്യന് സാധ്യമായതെല്ലാം ചെയ്യുന്നു, ദൈവത്തിന്റെ കൂടി ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇപ്പോഴെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഏറ്റവും പ്രധാനമായി ചെയ്യാൻ പറ്റുന്ന പ്രധാന രക്ഷാദൗത്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഇപ്പോൾ നിലവിൽ കരയിൽ നിന്ന് പുഴയിലേക്ക് ഇറങ്ങി രക്ഷാദൗത്യം നടത്തുന്നതിന് ഏറെ പ്രതിസന്ധികളുണ്ട്. ഈ ചെളി പുതഞ്ഞ സ്ഥലത്ത് വാഹനങ്ങളോ മറ്റാളുകൾക്കോ ഇറങ്ങാൻ സാധിക്കില്ല. ഈ ഒരു സാഹചര്യത്തിൽ കരയ്ക്ക് നിന്നുകൊണ്ട് തന്നെ പുഴയിലേക്ക് കൈനീട്ടി ഇത്തരത്തിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടോ, ലോറിയുടെയും ലോഹത്തിന്റെയും അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു യന്ത്ര സാമഗ്രി ഉപയോഗിച്ച് സാധ്യമാകുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ജോസഫ് പറയുന്നത്, ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് 60 അടി താഴ്ചയിൽ വരെ ഉള്ള ഈ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് ആണ് ഇനി പരിശോധന നടക്കുക എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു സ്കാനർ എത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, സിക്കിം പ്രളയത്തിലടക്കം ഈ 17 ജീവനുകൾ തിരിച്ചെത്തിച്ച ഒരു സ്കാനർ സംവിധാനം കൂടി എത്താൻ പോകുന്നു. അപ്പോൾ ഈ അത്യാധുനിക ഉപകരണങ്ങളൊക്കെ എത്തിച്ചുള്ള ഒരു പരിശോധനയായിരിക്കും ഇന്ന് നടക്കുക, അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വിഭിന്നമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് മലയിടിച്ചിൽ ഉണ്ടായിരുന്നു, ശക്തമായ മഴയുണ്ടായിരുന്നു. അതുപോലെ രക്ഷാപ്രവർത്തകർക്ക് സ്വതന്ത്രമായും സുരക്ഷിതമായും നിന്ന് പ്രവർത്തിക്കാൻ
ഉണ്ടായിരുന്നില്ല എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടൊരു വെല്ലുവിളി. പക്ഷെ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. രക്ഷാപ്രവർത്തകർക്ക് സുരക്ഷിതമായി നിന്നുകൊണ്ട് ഈ രക്ഷാദൗത്യം നടത്താൻ പറ്റുമെന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശ്രുതി സൂചിപ്പിച്ചതുപോലെ ഇന്ന് രണ്ട് ക്രമീകരണങ്ങളാണ് പ്രധാനമായും നടത്തിയത്. ഒന്ന് ലോങ് ബൂം എക്സ്കവേറ്റർ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കിറ്റെ കമ്പനി സ്വകാര്യ കമ്പനിയുടെ പക്കൽ നിന്ന് കൊണ്ടുവരുന്ന ഐബോർഡ്. ഈ ഐബോർഡിന്റെ പ്രത്യേകത, അതായത് 2.5 കിലോമീറ്റർ പരിധിയിൽ വസ്തുക്കളെ നിരീക്ഷിക്കാനും അവ കണ്ടെത്താനും കഴിവുള്ള ഒരു ഉപകരണമാണ് ഈ ഐബോർഡ് എന്ന ഉപകരണം. ഈ ഉപകരണത്തിൽ വായു പ്രതലത്തിലാണ്, ഇത്തരത്തിൽ വിസിബിൾ പ്രതലത്തിലാണ് 2.5 കിലോമീറ്റർ ഇത്തരത്തിൽ വസ്തുക്കളെ നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. ഇത് ചെളി, മഡ്, അതുപോലെ കലങ്ങിയ വെള്ളം എന്നിവയിൽ ഇതിന്റെ ഒരു പരിധി എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. അതായത് ഈ പ്രതലത്തിൽ നിന്ന്, ഈ പുഴയുടെ പ്രതലത്തിൽ നിന്നും അടിയിലേക്ക് 20 മീറ്റർ ആഴത്തിൽ ഉള്ള ചെളിയിൽ പുതഞ്ഞ വസ്തുക്കൾ വരെ ഇതിന് കണ്ടെത്താൻ സാധിക്കും. ഈ മഞ്ഞ് 20 പരിധിയിലും ഈ ഉപകരണത്തിന് ഈ വസ്തുക്കളെ കണ്ടെത്താൻ സാധിക്കും. ഈ രണ്ട് ഉപകരണങ്ങൾ കൂടി വരുന്നതോടെ ഇത്തരത്തിൽ ഈ രക്ഷാദൗത്യം ഈ ലോറിയുടെയോ അല്ലെങ്കിൽ മറ്റ് സൂചനകൾ ലഭിക്കുന്ന തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഏകോപിപ്പിക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതൊക്കെയായാലും നമ്മളും ഏറെ പ്രതീക്ഷയിലാണുള്ളത്, അധികൃതരും ഏറെ പ്രതീക്ഷയിലാണുള്ളത്, ഉദ്യോഗസ്ഥരും ഏറെ പ്രതീക്ഷയിലാണുള്ളത്. ഇന്ന് ഇത്തരത്തിൽ നമുക്ക് കാര്യമായ നമ്മളുടെ രക്ഷാദൗത്യം ഇന്ന് ഫലമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അത്യാധുനിക സംവിധാനങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കഴിയുന്ന മാൻ പവർ, അതുപോലെ അധികാരികളുടെ ഏകോപനം, ഉദ്യോഗസ്ഥരുടെ ഏകോപനം ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു രക്ഷാദൗത്യ ടീമിലേക്ക് കൂടുതൽ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളെ ഇന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തുടർന്ന് വന്നിരുന്ന ഒരു രക്ഷാദൗത്യത്തിൽ നിന്ന് വിഭിന്നമായി ഇന്നത്തേക്ക് വരുമ്പോൾ രക്ഷാദൗത്യത്തിന് ക്രിസ്റ്റൽ ക്ലിയർ മാർഗരേഖയുണ്ടായിരിക്കുന്നു. അതിന് നല്ലൊരു ടീം ഉണ്ടായിരിക്കുന്നു. അതിന് നല്ലൊരു ഏകീകരണ സ്വഭാവം ഉണ്ടായിരിക്കുന്നു. അതിന് പറ്റിയ യന്ത്ര സാമഗ്രികൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ തരത്തിലും എല്ലാ ന്യൂനതകൾ മായ്ക്കുന്ന തരത്തിൽ, ന്യൂനതകളെ ഇല്ലാതാക്കുന്ന തരത്തിൽ എല്ലാ മാർഗങ്ങളിൽ നിന്നും ഉള്ള സപ്പോർട്ടും ഏകീകരണവും കൊണ്ട് ഇന്ന് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ഏറെ പ്രതീക്ഷയുള്ളത്. ശ്രുതി, ജോസഫ് സ്ഥലത്താണ് ഉള്ളതെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. നേരത്തെയൊക്കെ ഈ കാലാവസ്ഥ വളരെ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ MLA-മാരൊക്കെ സ്ഥലത്ത് വന്നും പോയും ഇരിക്കുന്നു. നമ്മളോടും അഷ്റഫ് അടക്കമുള്ള MLA ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ നേതൃത്വത്തിലൊക്കെ വളരെ രീതിയിലുള്ള വേഗത്തിൽ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്? ശ്രുതി, തീർച്ചയായും ഈ MLA-മാരുടെ ഏകോപനം ആണ് ഈ രക്ഷാദൗത്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പ്രധാനമായും ഈ കാർവാർ MLA ആയിട്ടുള്ള സതീഷ്, അദ്ദേഹം ഇവിടെ ഈ മേഖലകളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന MLA ആണ്. അതുപോലെ AKM അഷറഫ്, അതായത് കുടുംബത്തിന്റെ ഒരു പ്രതിനിധി, കേരളത്തിന്റെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കന്നഡ ഭാഷയിലുള്ള പരിജ്ഞാനവും അദ്ദേഹത്തിന്റെ കന്നഡ മേഖലയിലുള്ള സ്വാധീനവും മുഴുവൻ ചെലുത്തിക്കൊണ്ട് ആണ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. അവരുടെ നിസ്സഹാർദമായ, അവരുടെ ഉദാരകരമായ ഈ ഒരു ഏകോപനം വളരെ പ്രശംസനീയമാണ്. ഇന്നലെ AKM അഷറഫ് അടക്കമുള്ള ആളുകൾ ഇന്നലെ 2 മണിയോടുകൂടിയാണ് വിവിധ കാര്യങ്ങൾ ജില്ലാ ഭരണകൂടവുമായി തീരുമാനിച്ച ശേഷം പിരിഞ്ഞത്. ഈ ഏറെ ദിവസങ്ങളായി ഈ സംഭവം നടന്നതിന് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഇവിടെ എത്തുകയുണ്ടായി. കേരള സർക്കാരിന്റെയും അതുപോലെ തന്നെ മറ്റു മലയാളികളുടെയും ഒക്കെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഈ ഭരണകൂടങ്ങളെയും ഈ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ
ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവരെയും ഒക്കെ കോർത്തിണക്കാൻ ഈ AK അഷ്റഫിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളികളായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള നിരവധി പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും നിസ്സഹാർദമായ സേവനമാണ് ഇവിടെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാദൗത്യം നമ്മൾക്കും ഏറെ പ്രതീക്ഷ നൽകുന്നത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ രക്ഷാദൗത്യം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ രക്ഷാദൗത്യം ഉപേക്ഷിച്ച് പണ്ടേ ആളുകൾ മടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം വിഭിന്നമായി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന ഏകോപനമൊക്കെ തന്നെയാണ് ഈ നമുക്ക് പ്രതീക്ഷകൾ ഏറെ നൽകുന്നത്. ശ്രുതി, എന്തായാലും ജോസഫ് സ്ഥലത്ത് തുടരുക. വരും മണിക്കൂറിലെ വിവിധ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും നമിത നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമിത,